ഒരു മഹാദുരന്തത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന കേരളത്തിൻ്റെ വിറങ്ങലിപ്പ് ഇതുവരെ മാറിയിട്ടില്ല. വലിയ പരാതികളൊന്നും കൂടാതെ തൽക്കാലം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി ഉണ്ടാവേണ്ടത് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായമാണ്, സാമ്പത്തിക സഹായമാണ്. ഒരു പ്രദേശം മുഴുവൻ മഴവെള്ളപ്പാച്ചിലിൽ അപ്പാടെ ഒഴുകിപ്പോയ സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട് ജില്ലയിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായത്. പെട്ടെന്ന് തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടങ്ങി. വെളുപ്പിനാണ് ഈ സംഭവം ഉണ്ടായതെങ്കിലും രക്ഷാപ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും അലംഭാവം ഉണ്ടായതായി പരാതികളൊന്നുമില്ല. പട്ടാളമടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ ഇപ്പോഴും രംഗത്തുണ്ട്. അവരെ സഹായിക്കാൻ ജീവൻ പണയപ്പെടുത്തി പോലും ജനങ്ങളും നാട്ടുകാരും രംഗത്തിറങ്ങി. ഒരുമയുടെ ഐക്യം, സഹജീവികളോടുള്ള സ്നേഹമാണ് നാട്ടുകാരുടെ ഈ പ്രവൃത്തിയിൽ തെളിഞ്ഞു കണ്ടത്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ 2 സഭകളും സമ്മേളിക്കുന്ന സമയത്താണ് വയനാട്ടിലെ ഈ മഹാദുരന്തം ഉണ്ടായത്. എന്നാൽ ആ ദുരന്തത്തിന് ഇരയായവരോടും കേരളത്തോടും വേണ്ടത്ര അല്ലെങ്കിൽ സംയോജിതമായ അനുഭാവം പുലർത്തുന്ന ഒരു നടപടിയല്ല, അല്ലെങ്കിൽ സമീപനമല്ല ലോക്സഭയിലും അതുപോലെ തന്നെ രാജ്യസഭയിലും ഉണ്ടായത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 12:30-നും 3:30-നുമാണ് മുണ്ടക്കയിലും ചൂരൽമലയിലും ഈ പ്രകൃതിയുടെ സംഹാര താണ്ഡവം നടന്നത്. 11 മണിക്കാണ് പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുന്നത്. അത് 12 മണി വരെ ചോദ്യോത്തര സമയമാണ്. അതിനുശേഷം ശൂന്യവേള. ആ സമയത്ത് മറ്റ് നടപടികൾ നിർത്തിവച്ച് ഈ വയനാട് ദുരന്തം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള മിക്ക എംപിമാരും സ്പീക്കർക്ക് നോട്ടീസ് നൽകിയിരുന്നു. അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, ഈ ദുരന്തം പോലെയൊക്കെയുള്ള കാര്യങ്ങൾ, അപ്പോൾ സഭ നിർത്തിവെച്ച് ആ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതാണ് ഈ അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ്. പക്ഷേ അതൊന്നും സ്വീകരിക്കാൻ ലോക്സഭാ സ്പീക്കർ തയ്യാറായില്ല. സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ ലഭിച്ചതിന് ശേഷം ഒരു വിശദീകരണം നൽകാമെന്നാണ് സർക്കാർ സഭയിൽ, ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ സ്വീകരിച്ച ഒരു നയം. വാസ്തവത്തിൽ ഈ സമയം കൊണ്ട് തന്നെ ആവശ്യമായ വിവരങ്ങൾ ഡൽഹിയിൽ എത്തിയിരുന്നുവല്ലോ. പക്ഷേ ആ ഒരു നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. സ്പീക്കർ ഒരു കാര്യം കൂടെ പറഞ്ഞു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സഭയിലുണ്ട്. അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകും. അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയാതെ, ഒരു പ്രസ്താവനയോ വിശദീകരണമോ നൽകാതെ സഭ വിട്ട് പോവുകയാണ് ഉണ്ടായത്. പിന്നീട് പാർലമെൻറ്റ് അഫയേഴ്സ് മന്ത്രി കിരൺ റിജ്ജുവാണ് ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ നിലപാട് ലോക്സഭയിൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായി, സർക്കാരിൻ്റെ പ്രതിനിധിയായി കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രി ജോർജ് കുര്യനെ അവിടേക്ക് അയച്ചിട്ടുണ്ട്. അടിയന്തരമായ സർക്കാരിന് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും കേരളത്തിന് എത്തിച്ചു കൊടുക്കും എന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്ക് ഈ വിഷയം സഭയിൽ ഉന്നയിക്കാൻ സ്പീക്കർ അനുമതി നൽകി. അദ്ദേഹം വളരെ വിശദമായിട്ട് തന്നെ ഇത് സഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, രക്ഷാപ്രവർത്തനം, ദുരിതാശ്വാസം, ഈ 2 കാര്യങ്ങളിൽ ഏറ്റവും അടിയന്തരമായ സഹായം, ഒരു മിനിറ്റ് പോലും താമസിക്കാതെയുള്ള സഹായം വയനാട്ടിൽ എത്തിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ ഈ വാർത്താവിനിമയ ബന്ധങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ എല്ലാം ഈ പ്രകൃതി ക്ഷോഭത്തെ തുടർന്ന് അല്ലെങ്കിൽ ഈ മലയിടിച്ചിലിനെ തുടർന്ന് താറുമാറായി കിടക്കുകയാണ്. അതൊക്കെ പെട്ടെന്ന് ശരിപ്പെടുത്തണം, ക്രമീകരിക്കണം. മറ്റൊരു പ്രധാന വിഷയം അദ്ദേഹം പറഞ്ഞത്, പശ്ചിമഘട്ടത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇപ്പോൾ വലിയ തോതിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇതേക്കുറിച്ച് കൂടുതൽ കൃത്യമായ ഒരു പഠനം നടത്തേണ്ടിയിരിക്കുന്നു. പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്നത് പഠന വിഷയമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുലിൻ്റെ നിർദ്ദേശം വളരെ നല്ലതാണ്, സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ ഗാഡ്ഗിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നേരത്തെ നൽകിയിരുന്നതാണ്. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെക്കുറിച്ച്, അവ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചൊക്കെ. പക്ഷേ നമ്മളൊക്കെ അതിനെ എതിർത്ത് പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. 2019 വയനാട്ടിൽ ഇതുപോലെ
സമാനമായൊരു ദുരന്തം ഉണ്ടായപ്പോൾ ഗാഡ്ഗിൽ അവിടെ വന്നിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു, പശ്ചിമഘട്ടം നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ നമ്മുടെയൊക്കെ കാലത്ത് തന്നെ ചൂരൽമല പോലുള്ള പ്രദേശങ്ങൾ അപ്രത്യക്ഷമാകുമെന്ന്. അത് അക്ഷരം പ്രതി ഒരു പ്രവചനം പോലെ ശരിയായത് ഇവിടെ നമ്മൾക്ക് മറക്കാൻ വയ്യ. വാസ്തവത്തിൽ ലോക്സഭയിൽ കിരൺ റിജിജുവിൻ്റെ ഈ 4 വരി വിശദീകരണമല്ല വേണ്ടിയിരുന്നത്. ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ചർച്ചയായിരുന്നു. അതിനാവശ്യമായ വിവരങ്ങൾ തീർച്ചയായും 12 മണിക്കകം കേന്ദ്ര സർക്കാരിന് ലഭിച്ചിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ദുരന്തത്തെ എങ്ങനെ നേരിടണമെന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന അംഗങ്ങൾക്ക് അവരുടെ അഭിപ്രായം പറയാമായിരുന്നു. സർക്കാരിനാവട്ടെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച കൃത്യമായ ഒരു രൂപരേഖ സഭയിൽ അവതരിപ്പിക്കാനും സാധിക്കുമായിരുന്നു. അങ്ങനെ ഒരു ചർച്ച നടന്നിരുന്നുവെങ്കിൽ ഈ ദുരന്തത്തിൻ്റെ മുന്നിൽ എന്തു ചെയ്യേണ്ടു എന്നറിയാതെ നിൽക്കുന്ന കേരളം അല്ലെങ്കിൽ കേരളത്തിന് രാജ്യം നമ്മോട് കൂടെയുണ്ട് എന്ന ഒരു തോന്നൽ, ഒരു സമാശ്വാസം ഉണ്ടാകുമായിരുന്നു. അതുപോലെ തന്നെ കേരളത്തെ രാജ്യം ചേർത്ത് പിടിക്കുന്നുവെന്ന സന്ദേശം നൽകുന്നതിനും ഇതുവഴി സാധിക്കുമായിരുന്നു. പക്ഷേ ആ ചർച്ച ഉണ്ടായില്ല. അതുപോലെ തന്നെ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ സർക്കാരുകൾക്കോ കേരളത്തിന് സഹായം എത്തിച്ചു കൊടുക്കാനുള്ള ഒരു തുടക്കമായും ഈ ചർച്ച ഒരുപക്ഷെ മാറിയേനെ. തമിഴ്നാട് സർക്കാർ 5 കോടി രൂപ ആദ്യഘട്ടം എന്ന നിലയിൽ സഹായം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതൊന്നും പൂർണ്ണ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമൊന്നും അല്ല. കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. പക്ഷേ വാസ്തവത്തിൽ കേരളത്തോട് കാട്ടേണ്ട അനുഭാവം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും ഉണ്ടായില്ല. അതിൻ്റെ ഉത്തരവാദി സർക്കാർ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഈ വിഷയത്തിൽ അടിയന്തര ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നും കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അടിയന്തര പ്രമേയമായിട്ട് ഇത് ചർച്ച ചെയ്യണമെന്നാണ് അവരാവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രത്യേക പാക്കേജ് അടക്കം കേരളത്തിന് വേണ്ട സഹായം നൽകണമെന്നുള്ള അപേക്ഷയും ഈ നോട്ടീസുകളിലൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് സഭ ചേർന്നപ്പോൾ ശൂന്യവേളയിൽ ഈ വിഷയം എടുത്തില്ല. അതേസമയം കർണാടകയിൽ നിന്നുള്ള BJP അംഗമായ തേജസ്വി സൂര്യ ശൂന്യവേളയിൽ ഈ വിഷയം ഉന്നയിക്കുകയും അത് രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ കേരളത്തെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുകയുമാണ് ചെയ്തത്. പശ്ചിമഘട്ടത്തിൽ ധാരാളം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും അത് സംബന്ധിച്ച റിപ്പോർട്ടുകളും വിശദാംശങ്ങളും കേരളം കാലാകാലങ്ങളിൽ ഭരിച്ച LDF UDF സർക്കാരുകൾ പൂഴ്ത്തിവയ്ക്കുകയാണ് ഉണ്ടായതെന്നും മറ്റും അദ്ദേഹം സഭയിൽ ഉന്നയിച്ചു. ഈ വക കാര്യങ്ങൾ ആലോചിച്ച് നോക്കണം. കേരളം വലിയൊരു ദുരന്തത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളം ഒന്നടങ്കം രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ ഒന്നടങ്കം ഈ ഒരു വലിയ പ്രശ്നത്തെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു BJP അംഗത്തിൻ്റെ വളരെ വൃത്തികെട്ട മനസ്സ് ഈ രീതിയിൽ പ്രവർത്തിച്ചത് എന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. കേരളത്തെ സഹായിക്കാനുള്ള നിർദ്ദേശങ്ങളല്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതേസമയം ഇന്നലെ കർണാടക സർക്കാർ തുക വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും കേരളത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം അടക്കമുള്ളവ ചെയ്യുമെന്ന് പ്രസ്താവിച്ചിരുന്നു. കർണാടക കേഡറിലെ മലയാളികളായ IAS ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളവരെ വയനാട്ടിലേക്ക് കർണാടക സർക്കാർ നിയോഗിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഈ BJP അംഗത്തിൻ്റെ മലീമസമായ മനസ്സ് ലോക്സഭയിൽ നമ്മുടെ മുമ്പിൽ മറനീക്കി പുറത്തു വന്നത്. പ്രതിപക്ഷം അതിശക്തമായിട്ട് എതിർത്തു. KC വേണുഗോപാൽ അടക്കമുള്ളവർ ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പാർലമെൻ്ററി കാര്യ മന്ത്രി കിരൺ റിജിജു ഇന്ന് വൈകുന്നേരം അതൊരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയമായിട്ട് സഭയിൽ അവതരിപ്പിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ ശ്രദ്ധ ക്ഷണിക്കൽ എന്ന് പറയുന്നത് ഒരു അംഗം ആ വിഷയം അവതരിപ്പിക്കും, അത് സംബന്ധിച്ച് മന്ത്രി ഒരു വിശദീകരണം നൽകും, പ്രമേയം അവതരിപ്പിച്ച ആളിന് ഒരു ചോദ്യം ചോദിക്കാം, അതിനും മറുപടി കിട്ടും. അതാണ് അതിൻ്റെ നടപടിക്രമം.
പക്ഷെ വേണമെങ്കിൽ സ്പീക്കർക്ക് ഈ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിലൊരു ഹ്രസ്വ സമയ ചർച്ച അനുവദിക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് ഈ തേജസ്വി സൂര്യ എന്ന് പറയുന്ന BJP അംഗം സഭയിൽ ഉന്നയിച്ചൊരു വിഷയമുണ്ടല്ലോ, അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ. അതുപോലെയാണ് ഇന്നലെ അനുരാഗ് ഠാക്കൂർ എന്ന് പറയുന്ന BJP അംഗം രാഹുൽ ഗാന്ധിക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ ജാതി ഏത് എന്ന് അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു പരാമർശം നടത്തിയത്. രണ്ടും ഏതാണ്ട് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള സെൻസസ് നടത്തുന്നതിന് വേണ്ടി ഇന്ത്യ മുന്നണി ഏത് അറ്റം വരെയും പോകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അനുരാഗ് ഠാക്കൂർ എന്ന BJP നേതാവ് പറഞ്ഞത്, സ്വന്തം ജാതി ഏത് എന്ന് അറിയാൻ പാടില്ലാത്ത ഒരാളാണ് ജാതി സെൻസസിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പുരയ്ക്കൽ വരെയൊന്നും പോകേണ്ട കാര്യമില്ല. അത്യാവശ്യം ബുദ്ധിയും ബോധവും ഉള്ളവർക്കും മനസ്സിലാകുന്നതേ ഉള്ളൂ. BJPക്കാരൻ്റെ മനസ്സാണ് നമ്മളവിടെ കണ്ടത്. രാഹുൽ ഗാന്ധിയെപ്പോലുള്ള പ്രതിപക്ഷ നേതാവിനെ അവർ എത്രത്തോളം ഭയപ്പെടുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. മാറിയ രാഹുൽ ഗാന്ധിയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തെ ഭയപ്പെടുത്താൻ ഇത്തരത്തിലുള്ള പൊട്ടൻ ചോദ്യങ്ങൾ കൊണ്ടൊന്നും സാധിക്കില്ല എന്നുള്ളത് ഇനിയുമെങ്കിലും BJP മനസ്സിലാക്കുക. അദ്ദേഹത്തെ അപമാനിച്ചും അവഹേളിച്ചും ഇകഴ്ത്തിക്കാട്ടാനാണ് ശ്രമങ്ങളെങ്കിൽ അത് യാതൊരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല. രാഹുൽ ഗാന്ധി അതിന് പറഞ്ഞ മറുപടി കൂടി കേൾക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ എത്ര അപമാനിച്ചാലും അധിക്ഷേപിച്ചാലും ഞങ്ങൾ ജാതി സെൻസസ് എന്ന വിഷയത്തിൽ ഉറച്ചു നിൽക്കും, ഞങ്ങളത് നേടിയെടുക്കുകയും ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞു. അനുരാഗ് ഠാക്കൂർ മാപ്പ് പറയണമെന്ന്, ഖേദം പ്രകടിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നിരയിൽ നിന്ന് ആവശ്യമുയർന്നപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു, വേണ്ട, അദ്ദേഹം ഇക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല, അതങ്ങനെ അവിടെ കിടക്കട്ടെ. അപ്പോൾ സഭ നിയന്ത്രിച്ചിരുന്ന ജഗദാംബിക പാൽ രേഖകളിൽ നിന്ന് ഈ അനുരാഗ് ഠാക്കൂറിൻ്റെ പരാമർശം നീക്കം ചെയ്തു. പക്ഷേ അത് വേണ്ടിയിരുന്നില്ല. പ്രധാനമന്ത്രി മോദിയുടെ സേവ പിടിക്കാൻ വേണ്ടി BJP അംഗങ്ങൾ എത്രത്തോളം താഴോട്ട് പോകുമെന്നും അനുരാഗ് ഠാക്കൂറിനെ പോലെയുള്ള BJP അംഗങ്ങളുടെ ചീഞ്ഞ മനസ്സ് എന്താണെന്നും മനസ്സിലാക്കാൻ പാകത്തിൽ അത് രേഖയിൽ കിടക്കുന്നതായിരുന്നു ശരി.